ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 13, ശ്ലോക 5. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിതി ഭുവഃ ഗദ ആഘാതാത് ഭൂമൗ ചടിതി പതിതായാം അഹഹബോ മൃദുസ്മേരാസ്യഹ ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ഗദാൻ മർദ്ദേ, ഗദയുടെ ആ മർദ്ദനത്തിൽ, തസ്മിൻ യുദ്ധത്തിനിടെ, തവ ഭഗവാന്റെ, ഖലു ആകട്ടെ, ഗദായാം ആ ഗദയൊന്ന്, ദിതിഭുവക അസുരന്റെ, ഗദ ആഘാതാത് ഗദയുടെ അടിയേറ്റ്, ഭൂമൗ ഭൂമിയിൽ, ചടിതി പെട്ടെന്ന്, പതിതായാം പതിക്കുകയും, അഹഹ അട്ടഹസിച്ച്, ഭോ വളരെ വിചിത്രമായി, മൃദുസ്മേസ്യഹ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട്, ത്വം ഭഗവാൻ ധനുജ അസുര കുല വംശത്തെ നിർമൂലനചണം വേററുത്ത്, മഹാചക്രം സുദർശന ചക്രം സ്മൃത്വ സ്മരിച്ച മാത്രയിൽ, കരഭുവി തൃക്കൈയിൽ, ദധാനോ ധരിക്കുകയും, രുരുചിശെ അത് വിസ്മയിപ്പിക്കുകയും. അതായത് ഈ ദശകത്തിൽ ആ ഹിരണ്യാക്ഷന്റെ വധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ രണ്ടുപേരും തമ്മിലുള്ള ദ്വന്ദ്വ യുദ്ധത്തിന്റെ ആ ഒരു സമയത്ത് രണ്ടുപേരുടെയും ഗദകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും, അങ്ങനെ ആ യുദ്ധത്തിനിടയിൽ ഭഗവാന്റെ ഗദ അസുരന്റെ ഗദയുടെ അടിയേറ്റ് ഭൂമിയിൽ പെട്ടെന്നങ്ങ് പതിക്കുകയും, അത് കണ്ട് വളരെ ഘോരമായി അട്ടഹസിക്കുന്ന അസുരനെ കണ്ട് ഭഗവാൻ വളരെ പതുക്കെ ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ആ സുദർശന ചക്രത്തെ മനസ്സിൽ ധ്യാനിക്കുകയും, ആ അസുരവംശത്തെ വേററുക്കുവാൻ വേണ്ടി മാത്രം ആ തൃക്കൈയിൽ സുദർശന ചക്രം വന്ന് ധരിച്ചുകൊണ്ട് ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും, ദേവന്മാരും മറ്റുള്ളവരും ഒക്കെ വിസ്മയിച്ചു പോയി നിൽക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട് ഹിരണ്യാക്ഷൻ വളരെ അങ്ങ് വിറച്ചു നിൽക്കുകയും ചെയ്തു. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിതി ഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാം മഹഹബോഃ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.